നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും രാജി ആവശ്യവും കനക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും ചർച്ചയാകുന്നു. 1997 ഒഡീഷയിൽ കോൺഗ്രസിന്റെ JB പട്നായിക് സർക്കാർ ഭരിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ അതേ ധർമ്മേന്ദ്ര പ്രധാനാണ് ഇന്ന് മറ്റൊരു ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അന്ന് ABVP ദേശീയ സെക്രട്ടറിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഭുവനേശ്വറിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് നൽകിയത്. 1500ഓളം വിദ്യാർത്ഥികളാണ് അന്ന് പ്രധാന്റെ നേതൃത്വത്തിൽ തെരുവിൽ ഇറങ്ങിയത്. ശാന്തമായി നടന്ന പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. അന്ന് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റ പ്രധാന അസ്ഥിഭംഗം ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. അന്നത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന പ്രശാന്ത് റൌട്ടാണ് ഓർത്തെടുത്തത്. അന്ന് തലനാരിഴയ്ക്കാണ് പ്രധാൻ രക്ഷപ്പെട്ടത്. ഉത്കൽ സർവകലാശാലയിൽ നിന്ന് ആന്ത്രോപോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ പ്രധാൻ 18-ാം വയസ്സിലാണ് ABVPയിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 1994 മുതൽ 1997 വരെ 2 തവണ ABVPയുടെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് BJPയിൽ സജീവമായ അദ്ദേഹം ഒഡീഷയിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കായിരുന്നു വഹിച്ചത്. എന്നാൽ കാലം കറങ്ങിത്തിരിയുമ്പോൾ തന്നെ പണ്ട് നേതാവാക്കിയ അതേ ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ സ്വന്തം ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രക്ഷോഭം നേരിടേണ്ടി വരുന്നു എന്നത് വിരോധാഭാസമായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത പോലീസ് അതിക്രമമാണ് ഉണ്ടായത്. 100-ലധികം വിദ്യാർത്ഥികൾ പരിക്കേറ്റ് ആശുപത്രിയിലും. സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായതോടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം. എന്നാൽ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും BJP നേതൃത്വവും വ്യക്തമാക്കുകയായിരുന്നു. 1997 ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം ചെയ്ത് ഉയർന്നുവന്ന നേതാവ് ഇന്ന് അതേ വിഷയത്തിൽ രാജി ആവശ്യം നേരിടുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. 2021 വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതിന് മുമ്പ് പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം എന്നിവയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. ഒഡീഷയിൽ BJPയുടെ സംഘടനാ അടിത്തറ ശക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹം 2024 നവീൻ പട്നായിക്കിന്റെ 24 വർഷം നീണ്ട BJD ഭരണത്തിന് വിരാമമിട്ട് സംസ്ഥാനത്ത് ആദ്യമായി BJP സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിലും വലിയ പങ്കാണ് വഹിച്ചത്. എന്നാൽ 3 പതിറ്റാണ്ട് മുൻപ് തന്നെ പ്രശസ്തനാക്കിയ അതേ പരീക്ഷാ പേപ്പർ ചോർച്ചാ വിഷയം ഇന്ന് പ്രധാന തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ നൈമിഷ പ്രധാന് നേരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായുള്ള ആവശ്യങ്ങളും ശക്തമാകുന്നതിനിടയിലാണ് നൈമിഷയ്ക്കെതിരെയും വിമർശനം കനത്തത്. ഇതോടെ നൈമിഷ പ്രധാൻ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടി. CJPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടപടിയുണ്ടായതോടെയാണ് സൈബർ ഇടങ്ങളിൽ പ്രതിഷേധം കനത്തത്.